ഞാളും കൂടി കയറട്ടെ. നിങ്ങൾ വരില്ല അല്ലേ? ഓക്കെ. ഇതാണ് പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഷീ ബസ്. ഈ ബസ്സിലെ വിശേഷങ്ങൾ അറിയാം നമുക്ക്. തിരക്ക് കുറവാ. ഈ ബസ് നല്ല സൗകര്യമാണോ? ബസ്സൊക്കെ നല്ല സൗകര്യം, നല്ല സന്തോഷമായി. ഒരു ബസ് ഇറക്കിയത് കൊണ്ട് സ്കൂൾ കുട്ടിയൊക്കെ കിട്ടി, ഞങ്ങൾക്കും തന്നെ നല്ല സുഖമായിട്ട് പോയി വരും. ബസ്സിന്റെ സമയത്തിന് വന്ന് നിന്നാൽ മതി സ്റ്റോപ്പിൽ അല്ലേ? പൈസ ഒന്നും കൊടുക്കണ്ട. എപ്പോഴും ഉണ്ടാവണം. എങ്ങനെയുണ്ട് നമ്മുടെ ഹരിത കേരള മിഷന്റെ പരിപാടിയൊക്കെ? തിരക്കടില്ല. എങ്ങനെയുണ്ട് ഈ ബസ് സർവീസ്? നല്ല, എല്ലാവർക്കും നല്ല ഉപകാരമാണ്. ക്യാഷ് ഒന്നും വേണ്ട. നമുക്കെന്താ പൈസ ഇല്ലാതെ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. ആ റൂട്ടിൽ ആ സമയം ബസ് സ്റ്റോപ്പിലെത്തിയാൽ നമുക്ക് ആ ബസ് കിട്ടും. ഉൾനാട്ടിലേക്കൊക്കെ ബസ് കുറവല്ലേ പൊതുവെ? അപ്പോൾ ബസ് ഉണ്ടാവുന്നൊരു സൗകര്യം ഉണ്ടാവും. നല്ല ഉപകാരമാണ്. ബസ് ഉണ്ടായ സുഖം കൂടെ ഞങ്ങൾക്ക് സമയത്തിന് വർക്ക് ചെയ്യാൻ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഓട്ടോ വന്നിട്ട് വേണം ഞങ്ങൾക്ക് വർക്കിന് വരണമെങ്കിൽ. അപ്പം ഈ ബസ് ആ സമയത്തിന് എത്തുന്നതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്തിയാൽ വേഗം ഞങ്ങൾക്ക് ഞങ്ങളെ വർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഏത് ഭാഗത്തേക്കും പോകാം അല്ലേ? പഞ്ചായത്ത് ഞങ്ങളിപ്പോൾ ഈ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് ആ സമയത്ത് 9:30 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വട്ടപ്പറമ്പ് ആ ഭാഗത്ത് എത്തുന്നുണ്ട്. അപ്പം അങ്ങോട്ട് ഞങ്ങളെ സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇലക്ഷൻ ആവോളം മാത്രം പോരാ, ഈ ബസ് സ്ഥിരം വേണം. ബസ് സ്ഥിരം വേണം, ഇലക്ഷനോട് അവസാനിപ്പിക്കരുത് എന്നുള്ള ആവശ്യം വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റാളുകളും ശ്രദ്ധിക്കാം. എന്താ സൗജന്യമായിട്ട് പോവാ, നാട്ടിൽ വരെ എത്താം, ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഇങ്ങനെ യാത്ര ചെയ്യാം. അടിപൊളിയല്ലേ? നല്ല നമുക്ക് സ്ത്രീകൾക്ക് ഉപകാരമായിട്ട് ഓടിക്കാനും സ്കൂൾക്ക് വരാനും പോകാനും ഒക്കെ സുഖമായിട്ട് പറ്റുന്നുണ്ട്. സർവീസ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ള സർവീസാണ്. പിന്നെ ബസ്സുകാരെ ടൈമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറ്റി ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ലെവലാക്കിയിട്ടുണ്ട്. അവർ കൂടി ബുദ്ധിമുട്ടില്ലാത്ത കോലത്തിലാണ് ഇപ്പോൾ ടൈം കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. വാർത്ത മറ്റന്നാൾ രാവിലെ വരും. മാതൃഭൂമി ചാനലിൽ കാണാം. മാതൃഭൂമിൻ്റെ യൂട്യൂബ് പേജിലും ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ കാണാം കേട്ടോ. വോട്ടർ സൈക്കിൾ ഡയറി. എന്തായാലും നമ്മൾ വോട്ടർ സൈക്കിൾ ഡയറി ഇവിടെ വന്ന് നോക്കുമ്പോൾ ആളുകൾക്കൊക്കെ, ഗ്രാമത്തിലെ ആളുകൾക്കൊക്കെ സഹായമായ ഒരു പദ്ധതിയാണ് എന്തായാലും പഞ്ചായത്ത് നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കരുത്, തുടരണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം.